അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചേക്കില്ല എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. കാരണം തിങ്കളാഴ്ച മാത്രം ഇനിയിപ്പോൾ ജാമ്യാപേക്ഷ നൽകിയാൽ മതി എന്നൊരു നിലപാടിലേക്കൊക്കെ സഭാ നേതൃത്വം എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകൾ ഇനിയും 2 ദിവസം കൂടി ജയിലിൽ തുടരേണ്ടി വരും. ഇന്നിപ്പോൾ 8ാമത്തെ ദിവസമാണ്. അങ്ങനെയെങ്കിൽ 2 ദിവസം കൂടി തുടരേണ്ടി വരും കന്യാസ്ത്രീകൾ വീണ്ടും ഛത്തീസ്ഗഡിലെ ജയിലിൽ. കേരള എംപിമാർക്ക് അമിത്ഷാ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് സഭാ നേതൃത്വം ഇപ്പോൾ ജാമ്യ ഹർജി സമർപ്പിക്കുന്നത് തിങ്കളാഴ്ച വരെ നീട്ടിവച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വരെ പോയാലും കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ ശക്തമായി എതിർക്കുമെന്ന് ഈ കേസ് ഫയൽ ചെയ്ത ബജ്രംഗദൾ നേതാവ് രവി നിഗം പറയുന്നുണ്ട്. കേരള BJP നേതൃത്വം പറയുന്നത് കാര്യമാക്കുന്നില്ലെന്നും രാഷ്ട്രീയമല്ല ഹിന്ദുവിന് വേണ്ടിയാണ് പോരാടുന്നത് എന്നും രവി നിഗം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. मुझे बीजेपी और कांग्रेस से मतलब नहीं है. मैं हिंदूवादी कार्य करता हूँ, हिंदुत्व की कार्य करता हूँ और हम लोगों को खून में ही हिंदुत्व है. राजनीति करना हमारे खून में नहीं है. इसलिए हम लोग जहाँ तक होगा नन को पूरी कार्रवाई कराएंगे. उसको जेल में रह रही है और जेल में रहने देंगे. हमको सुप्रीम कोर्ट तक लड़ना पड़े तो लड़ेंगे. ശരത്ലാലാണ് ഛത്തീസ്ഗഡിൽ നിന്നും തത്സമയം നമുക്കിപ്പോൾ ചേർത്തത്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്നലെ കേരള എംപിമാർക്ക് അമിത്ഷാ നൽകിയ ഉറപ്പ് ഇനി ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു തടസ്സം നിൽക്കില്ല എന്നുള്ളതായിരുന്നു. അത് ഒരു വശത്ത് നിൽപ്പുണ്ട്. അതിലാണ് സഭാ നേതൃത്വം വിശ്വസിക്കുന്നതും. ഇപ്പോൾ ബജ്രംഗദൾ നേതാവിൻ്റെ വാക്കുകൾ അനുസരിച്ച് അവർ ഈ BJPയും കോൺഗ്രസും പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് തങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്നു. അപ്പോൾ ബജ്രംഗദൾ ഇങ്ങനെ കടുത്ത നിലപാടെടുക്കുമ്പോൾ ഈ കേന്ദ്ര നേതൃത്വം ഇനി ഈ വിഷയത്തിൽ ഒരു മലക്കം മറിച്ചിൽ നടത്തുമോ ഇല്ലയോ എന്നൊരു കാര്യം ആശങ്കയാണ്. അപ്പോൾ ഈ ബെയിൽ ആപ്ലിക്കേഷൻ നൽകുന്നത് സഭാ നേതൃത്വം നീട്ടിയിട്ടുമുണ്ട്. അപ്പോൾ മുഴുവൻ ഈ എല്ലാ കാര്യങ്ങളും തമ്മിൽ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ എന്താണ് മനസ്സിലാകുന്നത് ശരത്ത്? ഒപ്പം തന്നെ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു കേരള എംപിമാരുടെ ഹൈബീഡിനും കൊടുക്കുന്നിൽ സുരേഷും ഒക്കെ അടക്കം വലിയൊരു ടീം ഇന്നിപ്പോൾ അവിടേക്ക് എത്തുന്നുണ്ട്. ഒപ്പം ഷോൺ ജോർജിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു ടീം എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എംപിമാരുടെ സംഘങ്ങൾ ഇന്ന് ഛത്തീസ്ഗഡിലേക്ക് വരുന്നുമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഗുഡ് മോർണിംഗ് സേലക്ഷ്മി. സേലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ സഭാ നേതൃത്വം ആശയക്കുഴപ്പമുണ്ട് എന്നതാണ് സത്യം. കാരണം കഴിഞ്ഞ ദിവസത്തെ തീരുമാനമനുസരിച്ച് സെഷൻസ് കോടതി ജാമ്യഹർജി തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയോ അല്ലെ NIA കോടതിയോ സമീപിക്കുന്ന കാര്യത്തിൽ 2 അഭിപ്രായമുണ്ടായിരുന്നു. എന്നാൽ വിദഗ്ധ അഭിപ്രായം ലഭിച്ചിരുന്നത് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുക എന്നതാണ്. അതനുസരിച്ച് കാര്യങ്ങൾ ഇന്നലെ നീക്കുകയും ചെയ്തു. ആ സമയത്താണ് അമിത്ഷായുടെ ഒരു ഉറപ്പ് വരുന്നത്. അമിത്ഷായുടെ തങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾക്ക് മുന്നോട്ട് പോകില്ല, സംസ്ഥാന സർക്കാർ അനുകൂലമായ നിലപാടെടുക്കും കോടതിയിൽ എന്ന ഉറപ്പ് കേരള എംപിമാർക്ക് നൽകിയത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് അടിയന്തരമായി ഹർജി ഫയൽ ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു നിലപാടിലേക്ക് സഭാ നേതൃത്വം എത്തിച്ചേർന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഇന്ന് ഹർജി ഫയൽ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച മാത്രമേ ഹർജി ഫയൽ ചെയ്യുള്ളൂ. ഈ തിങ്കളാഴ്ച ഫയൽ ചെയ്യുകയാണെങ്കിൽ 2 ദിവസവും കൂടി സേതുലക്ഷ്മി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ 10 ദിവസമെങ്കിലും 10 ദിവസം ആവും അപ്പോൾ തിങ്കളാഴ്ച ബെയിൽ കിട്ടുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീയുടെ മോചനം വൈകും. ഇതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. ഏതായാലും ഹർജി ഫയൽ ചെയ്യുന്നത് തിങ്കളാഴ്ചയിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് പൂർണ്ണമായി ലഭിക്കുന്ന സൂചനകൾ. ഇതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള UDF അംഗങ്ങൾ, കോൺഗ്രസ് അംഗങ്ങൾ, കൊടിക്കുന്നിൽ സുരേഷിൻ്റെ നേതൃത്വത്തിൽ ആന്റോ ആന്റണി, IB ഈഡൻ, അതേപോലെ തന്നെ ഇടുക്കി MP, കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവരൊക്കെ തന്നെ ഇന്ന് ഇവിടെ 11 മണിക്ക് ജയിലിലെത്തും. അതേപോലെ മഹിളാ അസോസിയേഷൻ പ്രതിനിധികളായ CPMൻ്റെ ശ്രീമതി ടീച്ചർ, അതേപോലെ തന്നെ CS സുജാത എന്നിവരും ദുർഗിലെത്തിയിട്ടുണ്ട്. അവരിന്ന് രാവിലെ 10:30 മണിയോടുകൂടി ജയിൽ കന്യാസ്ത്രീകളെ സന്ദർശിക്കും. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം നിലപാട് വളരെ വ്യക്തമാക്കി സഭാ നേതൃത്വം നൽകിയിട്ടുണ്ട്. സർക്കാർ ഒരു കാരണവശാലും ഈ ജാമ്യാപേക്ഷകളെ എതിർക്കില്ല എന്നുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് NIA കോടതിയിൽ സമർപ്പിക്കണോ ഹൈക്കോടതിയിൽ സമർപ്പിക്കണോ എന്ന കാര്യത്തിൽ സംശയമുള്ളത്. അതേപോലെ ബജ്രംഗദളിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും സമയം വേണം. അതുകൂടിയാണ് ഇന്നത്തെ സഭാ നേതൃത്വം അല്പസമയം കൂടി തിങ്കളാഴ്ചയിലേക്ക് ഈ ഹർജി നീട്ടിവെക്കാൻ കാരണമായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. സേതു.